ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു ക്യാമ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ക്യാമ്പിങ്ങിന് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. നാളെ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കട്ടെ. ഇപ്പോൾ പുറത്തുനിന്ന് ക്രിസ്മസ് ആഘോഷിക്കാമെന്ന് വിചാരിച്ച്. നല്ല മഴയൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്നാലും നമുക്ക് നോക്കാം അല്ലേ. ലെറ്റ്സ് ഗോ. നമ്മുടെ ക്യാമ്പിങ് എവിടെയാ സ്ഥലം? ക്യാമ്പിംഗ് ഇവിടുന്ന് ഒരു 2 hours ഡ്രൈവ് ഉണ്ട്. നമുക്ക് വൽഹല എന്ന് പറഞ്ഞൊരു സ്ഥലം നമുക്ക് അറിയുന്നില്ല. റിവറൊക്കെ ക്രോസ് ചെയ്ത് റിവറിന്റെ പോവാൻ നമുക്ക് നോക്കാൻ പറ്റുമെന്ന്. 2 സൈഡിലും ക്യാമ്പ് ചെയ്യാം. റിവറിന്റെ ഇപ്പുറ സൈഡിലും റിവർ ക്രോസ് ചെയ്ത് അപ്പുറ സൈഡിലും ക്യാമ്പ് ചെയ്യാം. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കേ, ലെറ്റ്സ് സീ. Santa baby. ഗായ്സ്, നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വെയിലൊക്കെ വരുന്നുണ്ട്. സക്സസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ക്യാമ്പിംഗ്. നമ്മുടെ മുന്നിൽ ഒരു വണ്ടി പോകുന്നുണ്ട്, സൈക്കിളൊക്കെ ബാക്കിൽ കെട്ടി വെച്ച്. അവർ ചിലപ്പോൾ ക്യാമ്പിങ്ങിന് പോകുന്നതായിരിക്കും. അവിടെ ചെന്നിട്ട് സൈക്കിൾ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ. ഇങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? മടുത്താ? തുടങ്ങിയില്ലുള്ളൂ. നമ്മൾ തുടങ്ങിയുള്ളൂ. ചാർജിങ് ഒക്കെ ചെയ്തോണ്ട് പോവാണ്. ഇടയ്ക്ക് ഓരോന്ന് കഴിക്കുന്നുണ്ട്. നട്ട്സും എല്ലാം ഉണ്ട്. കഥയും പറഞ്ഞിങ്ങനെ കഴിച്ചു പോവാ. ഒരുപാട് ദൂരമൊന്നുമില്ല, ഒരു 2 മണിക്കൂർ ദൂരം. 2 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. സ്പീഡൊക്കെ. ഓ, സൈക്കിൾ 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 കൂടെ ഈ വഴി. പുള്ളി എത്ര ദൂരം സൈക്കിൾ ഓടിക്കുമ്പോ? പുള്ളിയുടെ കാർ എവിടെയും ഉണ്ടാവും. പുള്ളി അങ്ങനെ നേരത്തെ കണ്ടില്ലേ ട്രക്കിങ് സൈക്ലിങ്ങിന് വരുന്നത്. അപ്പൊ പുള്ളിയുടെ സ്പോട്ട് എവിടെയും ഉണ്ടാവും. പുള്ളി എവിടെയും വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടാവും. വണ്ടി എന്നിട്ട് സൈക്കിള് കുറച്ച് നേരം സൈക്ലിങ് ട്രക്കിങ് ചെയ്യണവരുണ്ട്. അല്ലാതെ പുള്ളി അങ്ങനെ ദൂരെ വരെ നമ്മളിങ്ങനെ വന്ന് നമ്മുടെ പോകുന്ന വഴിയിൽ ഒരു മലേൻ്റെ മുകളിലെത്തിയപ്പോൾ ഇതാ ഇവിടെ ഒരു കാഴ്ച. കുറേ പശുക്കൾ ഇതാ ഈ മരത്തിൻ്റെ അടിയിൽ തണലത്ത് വന്നിങ്ങനെ നിൽക്കുക, ഒന്ന് റെസ്റ്റ് എടുക്കുക. എല്ലാവരും നമ്മളെ നോക്കാതെ. ഈ പ്രദേശത്ത് ഒരൊറ്റ മനുഷ്യൻ പോലും ഇല്ല, ഫുൾ പശുക്കൾ മാത്രം. അതുകൊണ്ട് അവർ നമ്മളെ കണ്ടിട്ട് ഒരു അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കുക. കണ്ടോ, ഇത് ഇവിടുത്തെ പശുവിൻ്റെ കണ്ടോ, ഇങ്ങനെ ഒരു മൂക്കുകയറോ കഴുത്തിലൊന്നിടോ ഒന്നുമില്ല. അവര് ഫ്രീ ആയിട്ട് ഇങ്ങനെ വിട്ടേക്കും. അതാ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അവർക്ക് നടന്ന് മേയാനും എല്ലാത്തിനും. എന്താ പക്ഷെ അവർ വെള്ളം അതെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവർക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടന്ന് വെള്ളം കുടിക്കാം, ഭക്ഷണം കഴിക്കാം. പോണ്ട് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് വെള്ളം കുടിക്കാൻ. അവിടെ ഇപ്പത്തെ സ്ഥലത്തേക്ക് അവിടെ അവിടെ ഷീപ്പുണ്ട്. ഷീപ്പ് എന്തെല്ലാം ഭംഗിയുള്ള സ്ഥലം. ഇതെല്ലാം പശുവിന് ഇങ്ങനെ നടന്ന് മേയാനുള്ള സ്ഥലങ്ങളാ. ദൂരെ ഇവിടെ പോണ്ടുണ്ട് വെള്ളം കുടിക്കാൻ. ഇഷ്ടം പോലെ പശുക്കളാ. ഭയങ്കര കറുപ്പ് കളറുള്ള മരം. എന്ത് മരമായിരിക്കും അത്? വെറൈറ്റി. ബ്ലാക്ക് കത്തിപ്പിടിച്ചായിരിക്കോ? ബ്ലാക്ക് വുഡ് ഫോറസ്റ്റ്. ബ്ലാക്ക് വുഡ് ഫോറസ്റ്റ് ഇതാണോ ഈ ബ്ലാക്ക് വുഡ് ഫോറസ്റ്റ്? ഓക്കെ, നമ്മൾ ക്യാമ്പിംഗ് സെറ്റ് എത്താൻ പോകുന്നു. അവിടെ ഒരു ഡേഞ്ചർ ബോർഡ് ഉണ്ടല്ലോ. ആണോ? അൺമാർക്ഡ് മൈൻ ഷാഫ്റ്റ്. ഓ, വീഴാൻ ചാൻസ് ഉണ്ടെന്ന്. മൈൻ ഷാഫ്റ്റ് ഉണ്ടെന്ന്.
നമ്മളിങ്ങനെ ഒരു മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മലേന്റെ അടിയിലാണ് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ഓഫ് റോഡ് വഴിയാണ് മല. മൈ ഗാഡ്, ഇതൊരു വഴിയാലേ. നമ്മള് വെളിച്ചുള്ള സമയത്ത് മാത്രം വന്നാലേ രക്ഷയുള്ളൂ. രാത്രി കാണൂല, ഒന്നും കാണൂല. രാത്രിയൊക്കെ ഇമാജിൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഫുള്ള് ഡാർക്കായിരിക്കും. വഴിയൊക്കെ ഉണ്ട്, ഒരു വണ്ടിക്ക് കഷ്ടി പോകാനുള്ള ഒരു സ്പേസ് ഉള്ളു. നല്ല അടിപൊളി ഓഫ് റോഡിങ്. കറക്റ്റ് കാടിന്റെ ഉള്ളിലെത്തി. ഉൾക്കാട്ടിൽ ലോവർ ബാക്ക് ക്രീക്ക്. ആക്ച്വലി ഗോൾഡ് മൈൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു വഴിയാണ്. അപ്പൊ ഈ വഴിക്കാണ് ഈ പല കാര്യങ്ങൾക്കും വേണ്ടി ആളുകൾ ഈ വർക്കേഴ്സ് ഒക്കെ പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയ വഴിയാണ് ഇതൊക്കെ കാണാതെ. ഈ വഴി വെട്ടി ഉണ്ടാക്കിയതാ മൈനിങ്ങിന് വേണ്ടി, ഗോൾഡ് മൈനിങ്. ഇതിവിടെ അടുത്ത് വൽഹല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഗോൾഡ് മൈൻ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. പണ്ട് ഗോൾഡ് മൈനിങ് നടന്ന സ്ഥലം, ഇപ്പോഴൊന്നുമില്ല. പണ്ട് ഗോൾഡ് മൈനിങ് നടന്ന സ്ഥലം. നമുക്ക് അതിൻ്റെ അകത്തേക്കൊക്കെ പോകാൻ പറ്റും. നമുക്ക് നാളെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ പോവാം. പണ്ട് കാലത്ത് ഹോസിന്റെ ബാക്കിൽ കൂടെ ഇങ്ങനെ ഈ ഇതൊക്കെ വെച്ചിട്ടാണ് അവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്, ഗോൾഡ് മൈനിങ് ചെയ്തിട്ടൊക്കെ. അങ്ങനെ നമ്മൾ കുറേ ഡ്രൈവ് ചെയ്ത് നമ്മളിവിടെ ക്യാമ്പിംഗ് സ്പോട്ടിലെത്തി. ഇവിടെ ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. നമ്മളിവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു റിവറുണ്ട്. അപ്പോൾ ഈ റിവർ ക്രോസ് ചെയ്ത് വന്നാൽ നമുക്ക് വേണമെങ്കിൽ അപ്പർ സൈഡിൽ ചെന്ന് ക്യാമ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സൈഡിൽ ഇവിടെ ക്യാമ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ജസ്റ്റ് അവിടം വരെ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ അപ്പർ സൈഡിൽ കിടക്കാം. അപ്പർ സൈഡിൽ ക്യാമ്പ് ചെയ്യാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഈ സൈഡിൽ എന്നാലും നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇന്ന് ഈ രാത്രി. ഇനിയിപ്പോൾ ലേറ്റായിട്ട് ആരെങ്കിലും വരുമെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നില്ല ലേറ്റായിട്ട് ഇനി ആരും വരുമെന്ന്. ഓൾറെഡി ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ചുറ്റും കാടാണ്. നമ്മൾ വണ്ടി കൊണ്ടാണ് വന്നേക്കണേ. അപ്പോൾ വേറെ ആരുമില്ല, ജസ്റ്റ് രണ്ടുപേരും മാത്രം. നമുക്ക് നോക്കാം, റിവറിൻ്റെ അവിടെ പോയി നോക്കാം. റിവറിൻ്റെ അവിടേക്ക് പോവാം. ജസ്റ്റ് നമ്മൾ ഈ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് കോണ് പോലും നല്ല, അതെന്തോ ചെടിയുടെ എന്തോ. നമുക്ക് നമ്മൾ ജസ്റ്റ് മേളിൽ ക്യാമ്പ് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ആണോന്ന് നോക്കാം. ഇവിടെ നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാമ്പ് ചെയ്യാം കേട്ടോ. ഇത് ക്രോസ് ചെയ്യാം. നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയ റോഡാണിത്. കണ്ടോ, അപ്പുറം കണ്ടോ, ഇതാണ് ബ്രണ്ടൻസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ക്യാമ്പ് സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ശരിക്കും ഇതാണ്, ഈ ബ്രിഡ്ജാണ് മെയിൻ അട്രാക്ഷൻ. ഇത് ബ്രണ്ടൻസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ക്യാമ്പ് ഏരിയ ആണ്. അപ്പം നമ്മൾ ഇത് ക്രോസ് ചെയ്യാൻ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൺഫ്യൂസ് ആയിട്ട് നിന്നാണ്. എത്ര ഡീപ്പാണോന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ നിന്നത്. ഇവിടെ കണ്ടിട്ട് കുറച്ച് ഭയങ്കര ഒരുപാട് ഡീപ്പൊന്നും അല്ല, ജസ്റ്റ് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടെ വണ്ടി നടക്കാനുള്ള ബ്രിഡ്ജാണ്. പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു വണ്ടിയൊക്കെ ആയിട്ട് പോവാം അപ്പർ സൈഡിലേക്ക്. ഇവിടെ വേറൊരു വണ്ടി അവിടെ കാണുന്നുണ്ട്. അവിടെ ആളുകളില്ല. എനിക്ക് തോന്നുന്നു അവർ നടന്നു പോയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആ ബ്രിഡ്ജ് അവർ ക്രോസ് ചെയ്തിട്ടുണ്ടാവണം.
ഇതിടെ ഇപ്പറ സൈഡിൽ കൂടെ പോയി ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടുണ്ടാവും. ഇല്ല ഒന്നുമില്ല, ക്യാമ്പിംഗ് സ്പോട്ട് ഇതുപോലൊക്കെ തന്നെ സെയിം. അവിടെയും ക്യാമ്പിംഗ് സ്പോട്ട് ഇങ്ങനെ റിവർ ക്രോസ് ചെയ്യുന്നുള്ളൊരു അഡ്വഞ്ചറാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. ക്യാമ്പിംഗ് സ്പോട്ട് അതും ഇതൊക്കെ തമ്മിൽ ചിലപ്പോൾ കുറച്ച് എന്തെങ്കിലും എന്താ പറയുക, കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും ചിലപ്പോൾ അപ്പർ സൈഡിൽ റിവറിനോട് ചേർന്നൊക്കെ എന്തെങ്കിലും ക്യാമ്പ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ക്യാമ്പ് ചെയ്യാം. നമുക്ക് പറ്റിയ സ്ഥലം നോക്കി നമ്മൾ സ്യൂട്ടബിളായിട്ട് നോക്കിയിട്ട് എടുക്കുക. എന്തായാലും ഈ വഴി നമുക്ക് വണ്ടിയും കൊണ്ട് കടന്നു പോകാൻ പറ്റുന്ന ഒരു വഴിയാണ്. എന്തായാലും നമുക്ക് നോക്കാം. എന്താ വണ്ടി എടുക്കുന്നോ, ഓടിച്ചു നോക്കുന്നോ? ഏതായാലും നമുക്ക് നടന്നു പോയി നോക്കാൻ നമ്മുടെ കയ്യിൽ നമ്മൾ ഷൂ ഒക്കെ ഇട്ടിട്ടാണ് വന്നേക്കണത്. നമുക്ക് നടന്നു പോയി നോക്കാം. ആ ഒരു ഏരിയ കണ്ടിട്ട് ഇച്ചിരി ഡീപ്പായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ഒലിച്ചൊന്നും പോകാൻ ചാൻസ് ഇല്ല. അതിനുമാത്രം അവിടേക്ക് മാത്രമാണ് അങ്ങ് പോകുമ്പോഴാണ് ഡീപ്പായിട്ട് കാണിക്കുന്നുള്ളൂ. ഇതൊന്നും ഡീപ്പല്ല, നല്ല ക്ലിയർ, നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം കണ്ടോ. വേറെ ഒരു കാര്യം ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രിഡ്ജിൽ കൂടെ നടന്നു പോയി നോക്കാം. മേളിൽ കൂടെ വന്ന് നമുക്ക് നടക്കാം. ഓക്കെ, പിന്നെ ഈ വഴി നടന്നു പോകണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്തിനാ വെറുതെ വെള്ളത്തിൽ കൂടെ നടക്കണേ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് തിരിച്ച് പോയിട്ട് നമുക്ക് നേരത്തെ ക്യാമ്പ് ചെയ്യണം. നമുക്ക് കുറേ പരിപാടികളുണ്ട്. സമയം ഓൾറെഡി ലേറ്റായി. നേരത്തെയൊക്കെ വരേണ്ടതായിരുന്നു, 4:30 ഇപ്പോൾ. ഈ സമയം ഇത്രയും ആയതുകൊണ്ട് നമുക്ക് അവർ വന്നിട്ടുണ്ട്. അവരില്ല, അവരവിടെ എപ്പേ നമ്മൾ നേരത്തെ കണ്ടതാ. രണ്ടെന്നല്ല 3-4 വണ്ടിയുണ്ട്. നിങ്ങൾക്ക് കാണാതെ അവിടെ നല്ല കുറേ വണ്ടി അവർ ക്രോസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവർ ക്രോസ് ചെയ്യുന്നത് കാണാം. അവർ ക്രോസ് ചെയ്യാൻ കണ്ടിട്ട് നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് വഴി നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. അവർ ക്രോസ് ചെയ്യുന്നുണ്ട്. അവർ കുറേ വണ്ടിയുണ്ട്, കുറേ വണ്ടികൾ വരുന്നുണ്ട്. അവരവിടെ ഇറങ്ങി നിർത്തി കുറേ ഫ്ലോട്ട് ചെയ്യുന്ന ഡ്രസ് വരണ്ടോ? അവിടംബരം ഒക്കെയാ, ഒരു ഡീപ്പൊന്നുമല്ല. നമുക്ക് അവിടെ ഇച്ചിരി ആഴമുണ്ടോ? അത് വലിയ ടയറൊക്കെയാ, കുഴപ്പമൊന്നുമില്ല. അവിടെ ഇച്ചിരി ഡീപ്പാട്ടോ. നമുക്ക് നോക്കാം പോണ എങ്ങനെയാണ്. പേടിയാവുന്നുണ്ട്, ഇച്ചിരി പണിയാന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. ഇല്ല, സീനില്ല, നമുക്ക് പോകാൻ പറ്റുന്ന. ഈ വണ്ടിയൊക്കെ പോയി നമ്മുടെ വണ്ടി എന്തായാലും കിടക്കും. നമുക്കും അപ്പുറം എത്താനുള്ളൊരു ടാസ്ക് ഉണ്ട്. ഇല്ല, നമ്മളപ്പുറം തന്നെ പോവാ. ഇതാണ് നമ്മുടെ മെയിൻ അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ ഈ റിവർ ക്രോസിംഗ് ആണ്. ഈ റിവർ ക്രോസ് ചെയ്തില്ലെങ്കിൽ ഇതിനൊരു അഡ്വഞ്ചർ ഇല്ല. അങ്ങനെ അവരെല്ലാവരും ക്രോസ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയായിട്ട് നമുക്ക് ക്രോസ് ചെയ്യാൻ വരാം. യെസ്, ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മളങ്ങനെ റിവർ ക്രോസ് ചെയ്യാൻ പോവാണ്. വലിയ അവർ മുന്നിലും ഒരു 3 വണ്ടി പോയത് ഇതനുസരിച്ച് നമുക്ക് കുഴപ്പമില്ലാതെ ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എനിവേ ലെറ്റ്സ് സീ, അഡ്വഞ്ചർ റൈഡർ. നമുക്ക് നോക്കാം.
എന്താ ഒച്ച ഉണ്ടാക്കണ? ഗോഡ്, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേടിയാവുന്നുണ്ട്. ഇപ്പൊ നമ്മള് ചുറ്റും വെള്ളത്തിലാ, ചുറ്റും കപ്പലിൽ കൂടെ ഓട പോലെ ഉണ്ട്. ആ കേറി. അങ്ങനെ നമ്മൾ റിവർ ക്രോസ് ചെയ്ത് ഇവിടെ എത്തി. നല്ല സ്കൈ, ബ്ലൂ സ്കൈ, നല്ല വെതർ ഉണ്ട്. എന്തായാലും ക്യാമ്പ് ചെയ്യാൻ പറ്റിയ വെതറാ. അങ്ങനെ നമ്മൾ ഒരു സ്പോട്ട് നമ്മൾ ഫിക്സ് ചെയ്തു. ഇതാ ഈ ഒരു സ്ഥലമാണ് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത്. ഇങ്ങോട്ടേക്ക് അത്യാവശ്യം നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്. താഴെ കുറച്ചുകൂടെ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു, പക്ഷെ ഓൾറെഡി അവിടെ ആൾക്കാരുണ്ട്. ഇതിപ്പം ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയത് കാരണം ഇഷ്ടംപോലെ ആൾക്കാർ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി വരും. താഴോട്ടൊക്കെ ഒത്തിരി കുറേ ഫാമിലീസ് ഉണ്ട് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇവിടെ ഒരു സ്പോട്ടുണ്ട്. അപ്പം നമ്മളെന്തായാലും കുറച്ച് മുകളിലോട്ട് ഇവിടെ ചൂസ് ചെയ്തു. ഒത്തിരി ആൾക്കാരുണ്ട് ഇന്ന്, അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ഇതിപ്പം നാളെയൊക്കെ ആളുകൾ ക്യാമ്പിങ് വരും. ഇന്നിപ്പോൾ ഇച്ചിരി ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ തണുപ്പം. ഇപ്പം സമയം എത്രയായി? 5 മണിയാവുന്നു. ഇവിടെ ഈ ക്യാമ്പ് സ്പോട്ടിൽ നമുക്ക് ഫീസൊന്നുമില്ല കേട്ടോ. ഇത് ഫ്രീയാ, ഫ്രീ പാർക്കിംഗ് അല്ല, ഫ്രീ ക്യാമ്പിംഗ് സ്പോട്ടാണ്. നല്ല രസമുണ്ട്. ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വൈബ്. നല്ല ഒരു ക്യാമ്പിംഗ്, നല്ലൊരു സ്പോട്ട് ഏതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ റിവറിനോട് ചേർന്ന് താഴെ ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു. ഓൾറെഡി അവര് അത് വലിയ ടെന്റൊക്കെ അടിച്ചിട്ട് വീട് പോലെ തന്നെ അവര് സെറ്റാക്കിയേക്കുക. നമ്മൾ അവിടെയാ ചെയ്ത. അവിടെ ഒരു ഇതുണ്ട്, അത് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. കുറച്ചുകൂടെ അങ്ങോട്ട് പോയ റിവർ ഉണ്ട്. അവിടേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്യാമ്പ് ചെയ്യാം. എല്ലായിടത്തും ഓരോ ആൾക്കാരൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അങ്ങോട്ട് പോകണം. അപ്പോൾ ഗൈസ്, നമുക്ക് ക്യാമ്പ് ടെന്റ് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഒരു 2 പേഴ്സൺ ക്യാമ്പാണ്. നമ്മൾ കഴിഞ്ഞ തവണ യൂസ് ചെയ്ത അതേ സാധനം തന്നെ, എക്യുപ്മെന്റ്സ് ഒക്കെ തന്നെയാണ് തോന്നുന്നത്. നമ്മൾ ഭയങ്കര പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്യാമ്പിങ്ങിന് പോകുന്നത്. ക്യാമ്പിങ് ഒരു നൈസ് എക്സ്പീരിയൻസ് അല്ലേ? ക്രിസ്മസ് ആയിട്ട് നമുക്ക് ക്യാമ്പിംഗ് ആണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ടേബിളായി. ഇന്ന് രാത്രി കുറച്ച് തണുപ്പുണ്ടാകും. ക്യാമ്പ് ഫയർ നേരത്തെ സെറ്റ് ചെയ്യേണ്ടി വരും. തീ കത്തിപ്പിടിക്കാൻ കുറച്ച് സമയം എടുക്കും. നല്ല നോർമൽ ക്ലൈമറ്റ് പിടിക്കാനാണ് ഇച്ചിരി സമയം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതാണ് ഇതൊക്കെ. സമയമുണ്ട്. 9 മണി വരെ സൺലൈറ്റ് ഉണ്ടാവും. ഏകദേശം 8 മണി വരെ നല്ല സൺലൈറ്റ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാനൊരു ടൈമുണ്ട്. എന്നാൽ നാളെ ഫുൾ ടൈം നമുക്ക് ഇവിടെ വൈബ് ചെയ്യാൻ ടൈമുണ്ട്. സിമ്പിൾ സെറ്റപ്പ് ക്യാമ്പ് ടെന്റാണിത്. അപ്പോൾ ഇത് ഈസി സെറ്റപ്പ്. വലുത് വേണമായിരുന്നു. ഇനിയിപ്പോ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും ഓരോരോ വർഷം കഴിയുമ്പോൾ. നെക്സ്റ്റ് ടൈം നമ്മൾ വലിയ ടെന്റ് ആക്കും. ഇപ്പോൾ 2 പേരേ ഉള്ളൂ. ഭാവിയിൽ ഒരു കുട്ടിയൊക്കെ ആകുമ്പോൾ, ഒരു പട്ടിക്ക് ആകുമ്പോൾ ആദ്യം പട്ടീനെ വാങ്ങണം. പട്ടിക്ക് വേറെ മുറി ഇല്ലടാ. പട്ടിക്ക് ക്യാമ്പൊന്നുമില്ല. പട്ടി ഇവിടെ കിടന്നു.
ഗൈസ് നമ്മളങ്ങനെ ഇതാ ടെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബെഡും സെറ്റ് ചെയ്തു. എയറൊക്കെ നമ്മൾ പമ്പ് ചെയ്ത് കയറ്റി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ്. 5 മണി 6 മണി ആവാനായില്ലേ? ചായ ഉണ്ടാക്കണോ? നമ്മൾ കുറച്ച് ചായ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആക്കുക. ചായ നമ്മൾ ഗ്യാസ് എടുക്കട്ടെ, ഗ്യാസ് സ്റ്റൗ. ഗൈസ് ഇപ്പം നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ചായ ഉണ്ടാക്കലാണ്. എന്നാൽ നമ്മൾ ചെറിയ ഗ്യാസ് സ്റ്റൗ വെച്ചിട്ടുണ്ട്. നമ്മൾ പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് ചായ ഉണ്ടാക്കാനുള്ള. പിന്നെ നമ്മളിതാ ചെറിയ ടിന്നിൽ ചായപ്പൊടിയും ഷുഗറും 2 പേർക്കുള്ളത് മാത്രം ഒരു നേരത്തെ. ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റൗ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ നേരെ കഴിഞ്ഞ യൂസ് ചെയ്ത ചെറിയൊരു സിലിണ്ടർ ഉണ്ട്, അത് നമ്മൾ സെറ്റ് ചെയ്യാം. ബാക്കി വന്നതാ അല്ലേ? കഴിഞ്ഞ യൂസ് ചെയ്തതിൻ്റെ ബാക്കി വന്നത് ജസ്റ്റിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അടയ്ക്കുക. ഇവിടെ ഒരു ലിവറുണ്ട്, ആ ലിവർ ജസ്റ്റ് താത്തി കഴിഞ്ഞാൽ നമുക്ക് സിലിണ്ടർ വർക്കിംഗ് ആയി കിട്ടും. ഓക്കെ, ഇപ്പോൾ സിലിണ്ടർ വർക്കിംഗ് ആണ്. ഓണായില്ലോ. അപ്പോൾ ഗ്യാസ് ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ചായക്കുള്ള പാത്രം കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഞാൻ കപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കഴുകിയേക്കാം. കപ്പിലൊരു വെള്ളം ഇച്ചിരി വെച്ചിട്ടുണ്ട്. പാല് ഒഴിക്കാം. നമ്മൾ ലോങ് ലൈഫ് പാല് വാങ്ങിയിട്ടുണ്ട്. ദാ പാല്. സത്യം പറഞ്ഞ ഇവിടെ വന്നപ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങി. ഓക്കെ ഓക്കെ, ഇപ്പം ചായ ആവട്ടെ. ഗൈസ് നമ്മളങ്ങനെ ചായ ഉണ്ടാക്കി ചായ കുടിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് കേക്കും വൈനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഇപ്പോൾ 7 മണിയായി, പക്ഷെ നല്ല ലൈറ്റ് ഉണ്ട്. എന്തായാലും ഇപ്പം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. കേക്കൊക്കെ മുറിച്ച് ക്രിസ്മസ് നമ്മുടെ ആദ്യത്തെ ക്രിസ്മസ് ആണ്. ഫസ്റ്റ് ക്രിസ്മസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്രിസ്മസ് ഒരു വെറൈറ്റി ക്യാമ്പിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാം. നമുക്ക് ക്രിസ്മസ് പ്ലം കേക്ക് മുറിച്ചിട്ട് ആഘോഷിക്കുന്നതാണ് അതിൻ്റെ ഒരു എന്താ ഒരു ട്രഡീഷൻ. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ക്രിസ്മസ് ഞങ്ങൾ ആഘോഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇനി അടുത്ത കലാപരിപാടി തുടങ്ങാൻ പോവാണ്, ക്യാമ്പ് ഫയർ സെറ്റിംഗ്. ഇവിടെ ഓൾറെഡി കുറച്ച് വുഡൊക്കെ കിടപ്പുണ്ട്. നല്ല മനുഷ്യർ കുറച്ച് വുഡൊക്കെ കത്തി വെച്ചിട്ടുണ്ട്. നമുക്കതുകൊണ്ട് എളുപ്പമായി. പിന്നെ നമുക്ക് അതെടുത്ത് കത്തിച്ചാൽ മതി. അതുകൊണ്ട് നമ്മൾ വുഡൊന്നും നല്ല കത്തും. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ക്യാമ്പ് ഫയർ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ഈ പ്രാവശ്യം നടക്കും. നല്ല ക്ലൈമറ്റ് ആണ്. നമ്മൾ കുറച്ച് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രി ആകുമ്പോൾ അത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇപ്പം അത് ശരിക്കും കാണാൻ പറ്റില്ല. തീകൊണ്ടുള്ള കുറച്ച് കളികൾ, തീക്കളിയാണ് മക്കളെ. ഓക്കെ, ഇപ്പോൾ ചെറുതായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കത്തിക്കുമ്പോൾ തണുപ്പ് മാറി കിട്ടും. നമുക്ക് പേപ്പറൊന്നുമില്ല. പേപ്പറൊക്കെ ഇട്ടിരുന്നെങ്കിൽ
അടിപൊളി ഫ്യൂവലാണിത്, മനസ്സിലായോ? അതെന്ത് ഫ്യൂവൽ? അതെന്താ? ഒരു കത്താൻ വേണ്ടിയിട്ടുള്ള സാധനം. നമ്മുടെ നാട്ടിൽ മറ്റേ ഇത് ഉപയോഗിക്കില്ലേ? ഏതോ നമ്മുടെ ലൈറ്റ് അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. എവിടെ വന്നോ? ഓ, ആൾക്കാർ വരുന്നുണ്ട് കൂടുതലായിട്ട്. ഇതാ നമ്മുടെ താഴെയൊക്കെ ഇഷ്ടംപോലെ ക്യാമ്പ് ചെയ്യാൻ 3-4 സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മുടെ ഇതിൻ്റെ മുകളിലോട്ട് അങ്ങനെ സ്ഥലമില്ല. അവിടെയൊക്കെ ആയിട്ടിതാ ആ സ്ഥലത്തേക്കൊക്കെ ഈ മൈൻ ഷാഫ്റ്റുകളാണ്. മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുഴിച്ച വലിയ വലിയ പിറ്റുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള അനുവാദമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ സ്ഥലങ്ങളാണ് അതൊക്കെ. അപ്പം അങ്ങോട്ടേക്ക് നമുക്ക് പോകാനുള്ള അനുവാദമില്ല. അവിടെ ഫെൻസ് ഉണ്ട്. കത്തുന്നുണ്ട്, കത്തിപ്പിടിക്കുന്നുണ്ട്. നമ്മുടെ ടെൻറ്റ് കത്താണ്ട് നോക്കണം. തൊട്ടടുത്ത് നമ്മുടെ ടെൻറ്റ് ഉണ്ട്. ആ അതെ, ഇതിന് കവറിങ് സാധനം ഉണ്ട് അല്ലേ? അന്ന് മറ്റേ ഇത് ഇങ്ങനെ കവറിങ് ഇല്ല. ആ ശരി, ഇത് പിറ്റല്ല. ചൂട് മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പൊ തന്നെ കത്തുന്നുണ്ട്. കത്തിക്കോളും. കത്തി പിടിച്ചിട്ട് കാണിച്ചു തരാം അല്ലേ? കത്തി പിടിച്ചിട്ട് കാണിക്കാം. നമ്മൾ ചുള്ളിക്കമ്പൊക്കെ കുറെ ഇട്ടപ്പോഴത്തേക്കും നല്ലോണം കത്തുന്നുണ്ട്. പ്രാവശ്യം വിജയിച്ചു. നല്ല തീയായി. ഞങ്ങൾ മാക്സിമം അത് കളക്ട് ചെയ്തിട്ട് ഈ വുഡ്സ് ഒക്കെ ഇതിന്റെ സൈഡിൽ കൊണ്ടുപോയി പെട്ടെന്ന് ചൂടാവും. ഈ വുഡൊക്കെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കത്തി കിട്ടും. തണുപ്പ് തുടങ്ങുന്നുണ്ട്. രാത്രി ആ കാണുന്ന വുഡൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇതിന്റെ അടുത്തോട്ട് കൊണ്ട് ഇട്ട് അപ്പൊ പെട്ടെന്ന് ചൂടായി പെട്ടെന്ന് ചൂടാവും. ഇതൊക്കെ ഞാനിങ്ങനെ ഇതൊക്കെ തണുത്തിരിക്കാൻ എത്ര ഇട്ടാലും നമുക്ക് കത്തി കിട്ടില്ല. അപ്പൊ നമ്മളിത് അടുത്തോടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ചൂടാക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം. ചൂടാവേണ്ടത് കത്തില്ല. അതിനൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.